ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കറിയാം ഞാൻ കണ്ടിന്യൂസ്ലി വ്ളോഗൊന്നും ഇടുന്നില്ല, കാരണം എനിക്ക് നല്ല കറക്റ്റായിട്ട് ടൈം കിട്ടാറില്ല. ഇപ്പം ജോലി തിരക്കൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ്. പക്ഷേ ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഗോവയിൽ പോവാണ്. ഒരു ട്രിപ്പ് പോലൊന്നും അല്ല, സത്യം പറഞ്ഞ ഒരു ഇവൻ്റാണ്. സോ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ദിവ്യയുണ്ട്, അനശ്വര ചേച്ചി ഉണ്ട്. അനശ്വര ചേച്ചി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഇപ്പോൾ റെഡിയായി. ഞങ്ങൾക്ക് ആദ്യം ഓഫീസിൽ വരെ ഒന്ന് പോകണം. അവിടുന്ന് ഞങ്ങൾ ക്യാബ് വിളിച്ചിട്ട് സ്റ്റേഷനിലോട്ട് പോകാനാണ്. ഞങ്ങൾക്ക് യശ്വന്ത്പൂരിൽ നിന്നാണ് ട്രെയിൻ. സോ അത്യാവശ്യം ഇവിടുന്ന് ട്രാവൽ ചെയ്യാനുണ്ട്. സോ ഓൾമോസ്റ്റ് ഞങ്ങൾ റെഡി ആയി. ഔട്ട്ഫിറ്റ് ഇതാണ്. ഞാൻ എങ്ങനെ ഫുള്ള് കാണിക്കും? സോ ഓക്കെ, ഇതാണ് ഞാൻ മിററിൽ കാണിച്ചു തരാം കേട്ടോ. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി. ഇത് നന്ദിനി ചേച്ചി, എന്റെ ഹെഡാണ്. പ്രത്യേകിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി വിശദമായി നമുക്ക് ഇനി കാണാം. അങ്ങോട്ട് പോയി നല്ല കുറേ സമയം എല്ലാവരുടെയും കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ശരിക്കും ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ഇതാദ്യമായിട്ടാണ് എല്ലാവരും കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. സോ അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ എല്ലാവരും കൂടി ഇരുന്ന് ടൈം പോയതേ അറിഞ്ഞില്ല. ഗെയിംസൊക്കെ കളിച്ചും അങ്ങനെ നല്ല കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു ട്രെയിനിൽ. സോ ഞങ്ങളൊരു നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് തന്നെ ഗോവയിലെത്തി. ഒരു 5:36 ആയപ്പോഴത്തേന് ഗോവയിലെത്തി. ഞങ്ങളെ പിക്ക് ചെയ്യാൻ അവിടുന്ന് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ റിസോർട്ടിലോട്ടാണ് പോയത്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ റൂമിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. ശരിക്കും റിസോർട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സ്റ്റേയും അവിടുത്തെ വ്യൂ ഒക്കെ സൂപ്പറായിരുന്നു. പിന്നെ ഞാനും അനശ്വര ചേച്ചിയാണ് ഒരു റൂം ഷെയർ ചെയ്തത്. എനിക്ക് റൂമിലധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. പക്ഷേ സൂപ്പർ വ്യൂ, നല്ല സ്പേസ് ഒക്കെ ഉള്ള, നല്ല ബാൽക്കണി വ്യൂ ഒക്കെ ഉള്ള നല്ലൊരു സൂപ്പർ റൂമായിരുന്നു. സോ ഞങ്ങൾ വന്ന് നേരെ റെഡി ആയിട്ട് നേരെ ബാഗാ ബീച്ചിൽ പോയി. അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. സോ അത്യാവശ്യം ബീച്ചിൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ ഒരു ക്യാബ് എടുത്ത് നമ്മൾ അടുത്ത അഞ്ജുന ബീച്ചിലേക്ക് പോയി. ക്യാബിന് വലിയ റേറ്റ് ഒന്നും ആയില്ല കേട്ടോ. ഒരാൾക്ക് 100 രൂപ ആയുള്ളൂ. സോ അത്യാവശ്യം നിങ്ങൾ വില പേശിയാൽ ഇതൊക്കെ കുറച്ച് കിട്ടത്തുള്ളൂ. നിങ്ങൾ ഇൻ കേസ് ഇപ്പോൾ ഈ അടുത്ത് വല്ലതും പോകുന്നുണ്ടെങ്കിൽ. പിന്നെ അഞ്ജുന ബീച്ചിൽ ഇതുപോലെ എല്ലാവരും ഗെയിംസൊക്കെ കളിച്ച്, കാരണം നമുക്ക് ടൈം ഉണ്ടായിരുന്നു. നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ടൈമിൽ ഇനി ഹോട്ടലിലോട്ട് പോയാൽ മതിയായിരുന്നു. അതുവരെ നമ്മൾ അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഷോപ്പ് ചെയ്യേണ്ടവർക്കൊക്കെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. കാരണം ബീച്ചിൻ്റെ അടുത്ത് തന്നെ അത്യാവശ്യം നല്ല ഷോപ്പൊക്കെ ഉണ്ട്. പിന്നെ മഴ പെയ്ത ടൈം ആയതുകൊണ്ട് അവിടെ അത്യാവശ്യം അലമ്പായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഹോട്ടലിലെത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല കുറേ മെനുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ബീച്ചിലൊക്കെ കളിച്ച് ക്ഷീണിച്ചിരിക്കുകയായതുകൊണ്ട് നല്ല പോളിംഗ് ആയിരുന്നു ഞങ്ങളെല്ലാവരും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു 5 ആയപ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇവൻ്റ് അടിപൊളിയായിരുന്നു. എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സിൽ വരണമെന്നായിരുന്നു. അങ്ങനെ കുറേ ഗെയിംസും അവാർഡ്സും എല്ലാവരുടെയും സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. പക്ഷേ എൻ്റെ ഒരു മണ്ടത്തരം എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫോൺ ചാർജ് ചെയ്യുന്ന എനിക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നമുക്കൊരു അവാർഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞൊരു വലിയ കാര്യമില്ല. സോ അതൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തു. സോ നെക്സ്റ്റ് ഡേ സാറ്റർഡേ മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു 12 ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു. എന്നിട്ട് അന്നേ ദിവസം തന്നെ സാറ്റർഡേ നമുക്ക് ഉച്ചയ്ക്കൊരു ടീം ലഞ്ച് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് എല്ലാവരും ബസ്സിൽ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഹോട്ടലിലെത്തി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത്, ഐ തിങ്ക് ഓൾറെഡി ഫുഡൊക്കെ ഓർഡർ ആയിരുന്നു. നമ്മൾ ചെന്ന് കഴിച്ചാൽ മതിയായിരുന്നു. അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഒരു ചർച്ചിലാണ് പോയത്. വളരെ അടുത്താണ്, പക്ഷേ എനിക്ക് ഈ ചർച്ചിൻ്റെ പേരറിയില്ല. ഇൻ കേസ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ അവിടുന്ന് ചർച്ചിൽ അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്യില്ല. നേരെ ഞങ്ങൾ അതിനുശേഷം പഞ്ചിൻ മാർക്കറ്റിലോട്ടാണ് വന്നത്. അവിടെ ഒരു ചർച്ച് ഉണ്ടായിരുന്നു. അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം കുറേ മാർക്കറ്റിലൊക്കെ നടന്ന ആൾക്കാർ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങളൊരു 10:30 ആയപ്പോഴത്തേനും ബാംഗ്ലൂരോട്ട് തിരിച്ചു. ഒരു സൺഡേ ഉച്ച ആയപ്പോഴത്തേനും ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. ഒരു കുട്ടി ട്രിപ്പായിരുന്നു. എനിക്കധികം വ്ളോഗും ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.